വെക്കേഷൻ ആയപ്പോൾ കുട്ടിയൊക്കെ ഒരു ആഗ്രഹം ഒരു ട്രിപ്പ് പോയാലും മീന്ന് എന്തായാലും ഒറ്റ മൈൻഡ് ഞങ്ങൾ എന്തായാലും വാപ്പിക്ക് എന്തായാലും സമയമില്ല വെക്കേഷൻ ആകുമ്പോഴാണ് വർക്കുള്ളത് എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇതേ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ ഇതാ ഞങ്ങളെക്കാലത്ത് വേറെ കൂട്ടം ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അവർ ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇരാറ്റുപേട്ടയിൽ നിന്ന് കോട്ടയത്തേക്കാണ് ഇന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ KSRTC ബസ്സിൽ കയറി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും KSRTC ബസ് കിട്ടി ഞങ്ങളെല്ലാവരും കയറി ഇരിപ്പിടമൊക്കെ ഉറപ്പിച്ചു അത് ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങളിത് സെൽഫിയൊക്കെ എടുത്ത് കളിക്കുകയാണ് അതിനുശേഷം ഇത് ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളോട് പോവാണ് ആ വഴിക്ക് പോയപ്പോഴാണ് നമ്മുടെ ഇത് അരിത്രപ്പള്ളിയിൽ പെരുന്നാൾ കാണുന്നത് എന്തായാലും ബസ് ഭയങ്കര സ്ലോ ആയിരുന്നു ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരുന്നു ഞങ്ങളിത് പെരുന്നാൾ ഇങ്ങനെ പതുക്കെ കണ്ടു കേട്ടോ അതിനുശേഷം ഞങ്ങളിത് അടുത്ത ആൾക്കാരെ കൂട്ടാനായിട്ട് പോവാണ് കേട്ടോ അടുത്ത ആളെ കൂട്ടാനായിട്ട് ഏറ്റുമാനൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അടുത്ത ആൾ നമ്മുടെ കൂട്ടത്തി ബസ്സിലേക്ക് ജോയിൻ ചെയ്തു കേട്ടോ ഉമ്മച്ചിയുടെ അനീതിയാണ് ഉമ്മച്ചിയുടെ അനീതിക്ക് ഇതുപോലെ ഞങ്ങൾ ഒറ്റ മൈൻഡിൻ്റെ കൂട്ടത്തിൽ വരാനായിട്ടൊരു ആഗ്രഹം വെയിലല്ലേ ഇതുപോലെ നല്ല മൂടുള്ള ഒരു അനുഭവങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞങ്ങളിത് അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പം ഉമ്മച്ചിൻ്റെ അനീതിനെ കയറ്റി ഇത് കോട്ടയത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും വിശപ്പ് മാറ്റാമെന്ന് ഓർത്തൊരു ഹോട്ടലിൽ കയറി മീനൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചിട്ട് ഇത് അടുത്ത് ഞങ്ങൾ ലുലുമാളിലെത്തി കേട്ടോ ലുലുമാളിലേക്ക് ഇത് നടന്നു പോകാൻ കേട്ടോ ഓരോരോ കാഴ്ചകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് ലുലുമാൾ കാണുന്ന പോലെ ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ കേട്ടോ എന്തായാലും ഒരാൾ മാത്രം കൂടെ എടുത്തിട്ടുണ്ട് എന്തായാലും ബ്യൂട്ടിയെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ എന്തായാലും അത് കഴിഞ്ഞ് നമ്മളിത് ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞ ഓരോ ചെടികളെയും കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് ലുലുമാളിനകത്തേക്ക് കയറാണ് കേട്ടോ എന്തായാലും ലുലുമാളിനകത്ത് കയറിയപ്പോൾ സമാധാനമായി എന്തോ ഒരുമാതിരി കേരളത്തിൽ നിന്ന് ഇപ്പോൾ കാശ്മീർ പോയ അവസ്ഥയിലായിട്ടോ പിന്നെ നമ്മൾ കുട്ടികളെ ഫണ്ടൂറയിലൊക്കെ കയറ്റി എല്ലാവരും നന്ന ഫണ്ടാക്കി കേട്ടോ ഫണ്ടില്ലാത്ത ഫണ്ണാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈസ കുറവായിട്ട് കുട്ടികളെ കയറ്റിയിട്ട് കുലുക്കൊക്കെ ചെയ്താണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത് എന്തായാലും കുട്ടികളോട് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ അഭിനയിക്കണം കേട്ടോ എന്ന് അതുകൊണ്ട് കുട്ടികൾ നല്ലൊരു അഭിനയിച്ചു കേട്ടോ പിന്നെ നമ്മളിതേ വെളിയിൽ കിടന്ന കാറൊക്കെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിയോ നമ്മുടെ വെയിലത്തും കൊണ്ട് വന്നു ഒരു ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാറൊക്കെ ആയിട്ട് വന്നേക്കായിരുന്നു എന്തായാലും നമ്മുടെ കുട്ടിക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ താത്തക്കുട്ടി ഒരു വണ്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചു കേട്ടോ അവിടെ നിന്ന് എന്തായാലും അവനിക്ക് ആ വണ്ടി അഡ്വഞ്ചറസ് ആയതുകൊണ്ടായിരിക്കും അവനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും അവനെ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി പിടിച്ച് കരച്ചിലായിരുന്നു പേടിയായിരുന്നു കുട്ടിക്ക് അഡ്വഞ്ചറസ് ഒട്ടും ഇഷ്ടമില്ല ഞാൻ പറഞ്ഞല്ലോ എന്തായാലും നമ്മൾ ഇത് സാധനം എന്തായാലും ട്രോളി ബാഗിനകത്ത് ആദ്യമേ തന്നെ 2 വലിയ ബാഗൊക്കെ കയറ്റിയിട്ട് കേട്ടോ കാരണം എടുത്തെടുത്ത് നടന്നു അത് കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ എന്തായാലും പർച്ചേസിങ്ങിനായിട്ട് പോകാമെന്നത് വലിയ ട്രോളി ബാഗൊക്കെ എടുത്ത് എന്തായാലും ഇതിങ്ങനെ അടുക്കി പറക്കിയിരിക്കുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഇതിനെ നമ്മൾ ഒരെണ്ണം എടുത്ത് അതിന് നേരെ തെറ്റിയാലോ അതുകൊണ്ട് ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഒന്നും എടുത്തില്ല കാരണം അത്രത്തോളം നല്ല അടുക്കി പറക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫൊക്കെ എന്തോരം കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഞങ്ങൾക്ക് ഓൾറെഡി ബൂട്ടി ഉള്ളതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് ഓർത്തി ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ എന്താണ് നാച്ചുറൽ ബൂട്ടിക്കായിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ എന്നാലും ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓർത്തു ഇത് 3 ബൈ 2 ഗെറ്റ് 1 ഫ്രീ ആണല്ലോ പക്ഷേ എന്നാലും ഒരു സങ്കടം വാഴ സിനിമ കണ്ടേ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ കൂട്ട് തെറ്റിയിരിക്കുന്നവരെ പിരിയിക്കാനായിട്ട് എന്തായാലും അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് എന്തായാലും നമ്മുടെ വയറ്റിനകത്ത് എന്തെങ്കിലും ആക്കാമെന്ന് ഓർത്ത് ഇത് നമ്മുടെ ഉമ്മച്ചിയുടെ അനിയത്തി ഓഫർ ചെയ്ത ചിക്കൻ തിക്ക ബണ്ണ് ഭയങ്കര തിക്കായിരുന്നു കേട്ടോ ബണ്ണ് അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും അങ്കിൾ ജോൺ എന്നുള്ളൊരു പാർക്കിലെത്തി എന്തായാലും എൻ്റെ പേര് മാറ്റി ലാസാന്നൊക്കെ ആക്കിയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ നമ്മൾ എന്തായാലും ക്യാഷ് മുടക്കി അങ്ങോട്ട് കയറ്റി വിട്ടേച്ച് കുട്ടികളെ അവരെന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ അവർ ഓരോരോ റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്തു അവരുടെ മുഖത്ത് എൻ്റെ ഒരു എന്താണ് ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ മുഖത്ത് ഹാപ്പിനെസ് കാണണമെങ്കിൽ ഇത് ഇങ്ങോട്ട് നോക്കിയേ കണ്ടില്ലേ വാടി തളർന്നിരിക്കുന്നു ഭയങ്കര ഹാപ്പിനെസ് അല്ലേ എന്തായാലും ഞങ്ങൾ കയറാതിരുന്നതെന്ന് വെച്ചാൽ പെർ ഹെഡിൽ 150 ആയിട്ട് ഞങ്ങൾ അതങ്ങ് ബഡ്ജറ്റ് ഇതാക്കി കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നടന്നത് ഈരാറ്റുപേട്ടയ്ക്കുള്ള കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ് കേട്ടോ ബസ് പിടിക്കാനായിട്ട് അത് അതിൻ്റെ ഇടയ്ക്ക് വന്ന് കണ്ട ഒരു വീടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് അടുക്കിപ്പറക്കി ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് ഒരു ഉമ്മച്ചിക്ക് ഇത് കേട്ടിട്ടാണ് വെള്ളം ഇറക്കിയിട്ട് മേലായിരുന്നു കാരണം ഉമ്മച്ചൊരു ചെടിപ്രാന്തിയാണ് ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് വീണ്ടും തിരിച്ച് മറിച്ചൊക്കെ ഫോട്ടോ എടുത്ത് ഉമ്മച്ചിക്ക് സമാധാനത്തിന് ഉമ്മച്ചൻ്റെ വീഡിയോ എനിക്ക് നന്നായിട്ട് വേണം വീട്ടിൽ പോയിട്ട് കാണാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് എടുത്ത് കൊടുത്തേച്ചു പിന്നെ നമ്മുടെ കുട്ടിയെ കൊടുത്ത് അടുത്ത ഓഫറായിരുന്നു KFC നിങ്ങൾക്ക് എന്തായാലും ചിക്കൻ മേടിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങളിത് പാലായിലെത്തി KFCയിൽ കയറിയപ്പോൾ എന്താ നമ്മൾ എന്തായാലും എന്താണ് പാവപ്പെട്ടവരുടെ മനസ്സറിഞ്ഞോട്ടുള്ള KFCക്കാർ 25ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് നമുക്കിത് എന്താണ് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് വയറ് നിറച്ച് എല്ലാവരും കഴിച്ചു ഇത് ലാസ്റ്റ് എന്തായാലും എല്ലാവരും കൂടെ സെൽഫി എടുത്തു എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ഫോർ മോർ